നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരുപാട് പേര് പലരെ കുറിച്ചും നമ്മൾ ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിലൊരാളാണ് മുരളിച്ചേട്ടൻ, നമ്മുടെ പ്രശസ്ത നടൻ മുരളി. മുരളിച്ചേട്ടന് ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ചെയ്യാമെന്ന് പലരോടും ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുരളിയേട്ടനെ കുറിച്ചാണ്. പുറപ്പാട് എന്ന് പറഞ്ഞ ജേസി സാറിൻ്റെ പടത്തിൽ എൻ്റെ മൂന്നാമത്തെ സിനിമ. ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് മുരളിയേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അല്ല, അതിനു മുമ്പ് ജാലകം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പത്രപ്രവർത്തകനായിട്ട് പോയി തിരുവനന്തപുരത്ത് വെള്ളയമ്പലം വാട്ടർ വർക്സിൽ വെച്ചാണ് ആദ്യമായിട്ട് മുരളിയേട്ടനെ പരിചയപ്പെട്ടത്. 40 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നത് പുറപ്പാടിൻ്റെ സെറ്റിലായിരുന്നു. ഞാൻ സീരിയൽ രംഗത്ത് മോശമല്ലാത്ത പേര് വലയം എന്ന് പറഞ്ഞ സീരിയലിലൂടെ ഉണ്ടാക്കിയല്ലോ. അതിൻ്റെ പിന്നാലെ എനിക്കൊരു നല്ല ഓഫർ വന്നു. സൂര്യ ടി വിക്ക് വേണ്ടി 7 ആർട്സ് വിജയകുമാർ 7 ആർട്സിൻ്റെ ബാനറിൽ നിർമ്മിക്കാവുന്ന ഒരു സീരിയലിന് വേണ്ടി സംവിധാനം ചെയ്യാമോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്ത് ചെയ്യാം. അപ്പോൾ കഥ വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പരിധിവരെ ഞാൻ കണ്ടെത്തിയതെന്ന് പറയാവുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരു അനിയനെ പോലെ പ്രിയപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, മല്ലിക യൂനസിൻ്റെ കണ്ണാടി മാളിക എന്ന് പറഞ്ഞൊരു നല്ല നോവലുണ്ട്, വാങ്ങി വായിക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങി വായിച്ചപ്പോൾ കൊള്ളാം, നല്ല നോവലാണ് കണ്ണാടി മാളിക. അനിൽ മുഹത്തലയാണ് സ്ക്രിപ്റ്റ് എഴുതാൻ തീരുമാനിച്ചത്. സൂര്യ ടി വിക്ക് വേണ്ടിയാണ്. ആദ്യ ചർച്ചകളൊക്കെ 7 ആർട്സിൻ്റെ എറണാകുളത്തെ ഓഫീസിൽ വെച്ചായിരുന്നു, വിജയകുമാർ സാറുമായിട്ട് നേരിട്ട്. ബാക്കിയൊക്കെ തിരുവനന്തപുരത്ത് 7 ആർട്സിന് ഇവിടെ വിതരണ കമ്പനി ഉണ്ട്. അപ്പോൾ സിനിമയിൽ സജീവമായി നിൽക്കുന്ന കാലമാണ്. ഒപ്പം തിരുവനന്തപുരം TTCയുടെ പുറകിൽ അവർക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ ആണ് പിന്നെ നിരന്തരമായ ചർച്ചകൾ നടന്നത്. ഒരു നാൾ 7 ആർട്സിൻ്റെ ഇപ്പം മരിച്ചുപോയി എല്ലാമായ ദത്തൻ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ദത്തൻ സാറിനെ കാണാനായിട്ട് ഞാൻ ഈ TTCയിലെ ഗസ്റ്റ് ഹൗസിൽ ചെന്നു. അപ്പോൾ സാറകത്ത് ആരുമായിട്ട് ചർച്ചയിലാണ് എന്നതിനപ്പുറം നടക്കുകയാണ്. അതിനകത്ത് ആരുമായിട്ട് ഭയങ്കര പൊട്ടിച്ചിരിയും ഗ്ലാസുകൾ തമ്മിൽ മുട്ടലും കറണ്ടി വീഴലും ഒക്കെ എനിക്ക് കേൾക്കാം. ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്തു. ആരോ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ദിനേശ് വന്നിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദത്ത സാർ ഇറങ്ങി വന്നു. ഞങ്ങൾ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളകത്തുനിന്ന് ഇറങ്ങി വരുന്നു. മുരളിയാണ്, നടൻ മുരളി. കണ്ടപാടെ ചോദിച്ചത്, നീ എന്താ ഇവിടെ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഹലോ ദിനേശ്, അങ്ങനെയൊന്നുമല്ല, നീ എന്താ ഇവിടെ? അപ്പോൾ ദത്ത സാറ് പറഞ്ഞു, ദിനേശാണ് ഞങ്ങളുടെ അടുത്ത സീരിയൽ സംവിധാനം ചെയ്യുന്നത്, കണ്ണാടി മാളിക. അപ്പോൾ ഇടാപോടാ ബന്ധമാണ് അവരും തമ്മിൽ, ഒന്നിച്ച് കോളേജിൽ പഠിച്ചവരാ. ഉടനെ മുരളിയുടെ മറുപടി വന്നു, നിനക്ക് നല്ല തല്ലാണ് തരേണ്ടത്. സീരിയൽ ചെയ്ത് എന്തിനാ ദിനേശ നിന്റെ നല്ല ഭാവിയെ നീ തുലയ്ക്കുന്നത് എന്നാണ് എന്നോട് മുരളിയാണ് ചോദിച്ചത്. അല്പകാലം കൂടി നീ വെയിറ്റ് ചെയ്യ്, നിനക്ക് സിനിമ കിട്ടും. എന്നിട്ട് ദത്തനോടായി പറഞ്ഞു, ഇവന് വർക്കറിയാം, ഞാനുള്ള സിനിമകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവനെ. ലോഹിയുടെയോ ശ്രീനിവാസൻ്റെയോ പോലുള്ള ഒരാളിൻ്റെ തിരക്കഥ കിട്ടിയാൽ ഇവൻ ശ്രദ്ധേയനാവും. പാവം. അദ്ദേഹം വളരെ ഇന്നസെൻ്റായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിൽ പിടിച്ചു കയറി ലോഹിതദാസുമായിട്ട് മുരളിയേട്ടന് നല്ല ബന്ധമാണല്ലോ. ഞാൻ ആ പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിൽ ഒരു 2-3 തവണ ചെന്നിട്ട്, മുരളിയേട്ട എനിക്ക് വേണ്ടി ഒന്ന് ലോഹിച്ചേട്ടനോട് സംസാരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം സംസാരിച്ചാൽ എനിക്ക് വാങ്ങി തന്നെ ഒരു സ്ക്രിപ്റ്റ്. നമ്മളുടെ ആരെ പറയും പോലെ നമ്മൾ ഈ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ആരെയും മുമ്പിൽ തല താഴ്ത്തൂല, ആരോട് റെക്കമെൻഡ് ചെയ്യാൻ പറയില്ല, ആരുടെയും ശുപാർശ വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില വാശികൾ പിടിക്കുന്നതുകൊണ്ടാണ്. ലോഹിയുടെയോ ഷീനിയുടെയോ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഇവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ വലിയ മനുഷ്യനാണ് മുരളിയേട്ടൻ. ദത്ത, നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സീരിയലിൽ നിന്ന് ഈ സംവിധായകനെ പുറത്താക്കി ഇവനെ രക്ഷിക്ക് എന്നാണ് മുരളിയേട്ടൻ പറഞ്ഞത്. ദത്ത, നിനക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ സീരിയലിൽ നിന്നും ഇവനെ പുറത്താക്കി ഇവനെ രക്ഷിക്ക് എന്നാണ് മുരളിയേട്ടൻ പറഞ്ഞിട്ട്, അറിയാമല്ലോ, മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ വേഗത്തിൽ മുരളിയേട്ടൻ നടക്കുന്നൊരു നടപ്പുണ്ടല്ലോ,
നടന്ന് കാർ കയറി അങ്ങ് പോവുകയും ചെയ്തു. ശാസ്താംകോട്ട കോളേജിൽ ഒന്നിച്ച് പഠിച്ച സഹപാഠികളാണ് ദത്ത സാറും മുരളിയണ്ണനും. എനിക്ക് തോന്നുന്നു ഗുളിക നിന്ന നേരത്താണെന്നാണ് മുരളിയണ്ണൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും കണ്ണാടി മാളിക നടന്നില്ല. സൂര്യ ടി വിയും 7 ആർട്സുമായിട്ടുള്ള ഒരു എപ്പിസോഡിന് എത്ര രൂപ എന്നുള്ള ഒരു ചർച്ച, ബാർഗൈനിങ് നടക്കുന്നതിൽ എന്തോ തെറ്റി. അങ്ങനെ 7 ആർട്സ് ആ സീരിയൽ വേണ്ടാന്ന് വെച്ചാൽ. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ ആനറയിലുള്ള ഒരു ആശുപത്രിയിൽ ലൊക്കേഷൻ നോക്കിക്കുക. ഒരു ആശുപത്രി പ്രധാന ലൊക്കേഷനാണ്. അപ്പം ഞാനും എൻ്റെ അസോസിയേറ്റ് സാബു കരുമണലും എല്ലാം കൂടെ ആശുപത്രി കണ്ടു. സാബുവിന് പരിചയമുള്ള സ്ഥലമാണ്, ഷൂട്ടിങ്ങിന് തരാമെന്ന് പറഞ്ഞു. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ മദ്രാസിൽ നിന്ന് വിജയകുമാർ സാർ വിളിക്കുന്നു. ദിനേശ് എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആനറയിൽ നമുക്ക് ഒരു പ്രധാന ലൊക്കേഷൻ വേണമല്ലോ, ആ ആശുപത്രി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമോ? അവനോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഫോണുമായിട്ട്. ദിനേശേ, ക്ലെമൻറ്റുമായിട്ട് നമ്മുടെ എമൗണ്ട് ഒത്തുവരുന്നില്ല, അതിൻ്റെ ഒരു ചർച്ച നടക്കുകയാണ്, ഒരു ഫൈനൽ ഡിസിഷൻ ആവുന്നത് വരെ നമുക്കൊരു 10 ദിവസം ഈ ഷൂട്ടിംഗ് തള്ളി വയ്ക്കാമോ എന്ന് ചോദിച്ചു. വേറെ വല്ലവരാണെങ്കിൽ അയ്യോ ഇങ്ങനെ തള്ളി വയ്ക്കും, ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്തില്ലേ, നാളെ ഷൂട്ടിംഗ് അല്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു, പിന്നെ എന്ത് തള്ളി വയ്ക്കാം. അപ്പോൾ ദിനേശ് ഒരു കാര്യം ചെയ്യും, ഒരു 10 ദിവസത്തേക്ക് ഷൂട്ടിംഗ് തള്ളി വയ്ക്കുക. ഞാനപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. 10 ദിവസത്തേക്ക് ഷൂട്ടിംഗ് തള്ളി വെച്ചു. 10 വർഷമായിട്ട് പിന്നെ കണ്ണാടി മാളിക അനങ്ങിയിട്ടില്ല. 7 ആർട്സിൻ്റെയൊക്കെ ഒരു സീരിയൽ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു തന്നെ. എന്തായാലും അത് നടക്കാതെ പോയി. മുരളിയണ്ണൻ്റെ ആഗ്രഹവും നടന്നു എന്ന് പറയാം. നിശബ്ദനും കൃത്യം പാലിക്കുന്ന ആളും ഇമേജിൽ ഭയമില്ലാത്തവനും ഒക്കെയാണ് മുരളിയണ്ണൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു ഇമേജിനെയും പുള്ളിക്ക് പ്രശ്നമല്ല. എന്നെ എന്തു പറയും ആളുകൾ, അതും പുള്ളിക്ക് പ്രശ്നമല്ല. വളരെ ക്വയറ്റുമാണ്. സ്വന്തം പരിണാമം കൊണ്ട് നായക നിരയിൽ നിന്ന് പെട്ടെന്ന് താഴെ പോയ ആളുമാണ് മുരളിയണ്ണൻ എന്ന് പറയാം. മുരളിയണ്ണൻ എന്താ പറയുക, പെട്ടെന്ന് വഴിതെറ്റിപ്പോയി, ലഹരിക്ക് ആവശ്യമില്ലാതെ അടിമപ്പെട്ടു പോയി. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് മുരളിയണ്ണനോട് പറഞ്ഞാലോ, പക്ഷെ എന്തോ ആ മുഖം കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നില്ല. കാരിരുമ്പിൻ്റെ കരുത്തുമായി ബാപ്പുട്ടി, ഉപ്പൻ രാഘവൻ എന്ന ഉരുക്കിൻ്റെ കാഠിന്യമുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ശരിക്ക് മുരളിയെ സിനിമാക്കാർ വഴിതെറ്റിച്ചു എന്ന് പറയാം. ചമ്പക്കുളം തച്ചൻ, കമൽ സംവിധാനം ചെയ്ത ചമ്പക്കുളം തച്ചൻ, ശ്രീനിവാസനാണ് സ്ക്രിപ്റ്റ്. ആ സെറ്റിൽ നിന്ന് ഒരു ഫൈറ്റ് സീൻ എടുക്കുകയായിരുന്നു. പാടത്താണ്, ചെളിയിലാണ് ഫൈറ്റ് എടുത്തത്. ആ ഫൈറ്റിനിടയിൽ ദേഹം മുഴുവൻ ചേറായി. ഞാൻ റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞിട്ട് മുരളിയണ്ണൻ ഹോട്ടൽ റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് പെട്ടിയെടുത്ത് നേരെ ദുബായിക്ക് വെക്കളഞ്ഞു. ആലോചിച്ച് നോക്കിയേ, ഷൂട്ടിംഗ് മുടങ്ങി. കാരണം ദേഹം കഴുകാൻ പോയ ആൾ തിരിച്ചു വരുന്നില്ല. പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ മുഴുവൻ ലൊക്കേഷനിൽ ഇരിക്കുകയാണ്. മുരളിയണ്ണനെ കാണാനില്ല. വൈകിയാണ് അറിയുന്നത് അദ്ദേഹം ദുബായിക്ക് പോയിന്ന്. ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് സംവിധായകനോടൊന്നും പറയാതെ ചെയ്തുകൊണ്ടിരുന്ന സീൻ പകുതി വഴിയിലിട്ടിട്ട് പൊക്കളഞ്ഞ. അങ്ങനെ വഴിതെറ്റിപ്പോയി ഈ പ്രശസ്തിയിലേക്ക് എത്തിയപ്പോൾ മുരളിയണ്ണൻ. കുട്ടനാട്ടിൽ ഈ ഫൈറ്റ് എടുത്ത ആ സ്ഥലത്തെ പിന്നീട് ചമ്പക്കുളം തച്ചൻ്റെ തിരക്കഥാകൃത്തായ ശ്രീനിവാസനിട്ട പേര് മുരളി മുങ്ങി എന്നായിരുന്നു. ഇപ്പോഴും ചമ്പക്കുളത്തിൽ നിന്ന് നിങ്ങൾ മുരളി മുങ്ങി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്ന് കേട്ട ആളുകൾ പറഞ്ഞു തരും. മുരളി മുങ്ങി ശ്രീനിവാസനിട്ട പേരാണ്. പിന്നീട് പലയിടത്തും മുരളി ഇത് ആവർത്തിച്ചു. സമയത്തിന് വരാതിരിക്കുക, വന്നാൽ ആവശ്യമില്ലാതെ ചൂടായി പിണങ്ങിപ്പോവുക. അരനാഴിക നേരം എന്ന് പറഞ്ഞ കുഞ്ഞനച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം, പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എന്താ പറയുക, കൊട്ടാരക്കര ശ്രീധരൻ നായർ മനോഹരമാക്കുകയും ആ വർഷത്തെ 1970 മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് നേടിയെടുക്കുകയൊക്കെ ചെയ്ത വേഷമായിരുന്നു. ഇത് അമൃത ടി വിക്ക് വേണ്ടി ക്ലാസിക് കഥകൾ എന്ന് പറഞ്ഞിട്ട് സീരിയലാക്കി. അപ്പോൾ അതിലെ നായകനായ കുഞ്ഞനച്ഛനാവേണ്ടത് മുരളിയണ്ണനായിരുന്നു. മുരളിയണ്ണൻ പറഞ്ഞ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനും അമൃത ടി വി അംഗീകരിച്ചു. ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു വീട് വേണം, ഞാൻ എല്ലാവരും കൂടി താമസിക്കില്ല. ഓക്കെ, ഒരു വീട് എടുത്തു കൊടുത്തു മുരളിയണ്ണന്. അദ്ദേഹത്തിന് മാത്രം ആഹാരം പാകം ചെയ്യാൻ ഒരു കുക്ക് വേണം. ഓക്കെ, ഒരു കുക്കിനെ എടുത്തു കൊടുത്തു. ഒടുവിൽ ആ പരമ്പര എങ്ങനെയോ തീർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അത്രയ്ക്കും മുരളിയണ്ണൻ കുളമാക്കി കളഞ്ഞു. കൊട്ടാരക്കര ശ്രീധരൻ നായർ അവിസ്മരണീയമാക്കിയ വേഷം. പക്ഷേ മുരളിയണ്ണൻ അകാലത്തിൽ ആ സീരിയൽ നിർത്തിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. എങ്ങനെയൊക്കെയോ തീർത്ത്, ക്ലൈമാക്സൊക്കെ തട്ടിക്കൂട്ടിയെടുത്ത് തീർത്ത് നിർത്തി. നമ്മുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായ MA ബേബി സഖാവുമായിട്ട് ഭയങ്കര ആത്മബന്ധമാണ് മുരളിച്ചേട്ടന്. അപ്പോൾ MA ബേബി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി VS അച്യുതാനന്ദൻ്റെ കീഴിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന കാലത്ത് മുരളിയണ്ണൻ
കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിരുന്നു. പ്രശസ്ത സംവിധായകൻ KR മോഹനാണ് അക്കാലത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, VK ജോസഫ് വൈസ് ചെയർമാൻ. ഫിലിം ഫെസ്റ്റിവലിന് മുരളിയണ്ണനെ ക്ഷണിക്കണം. MA ബേബി കർക്കശമായി പറഞ്ഞു KR മോഹനോട്, മോഹൻ ആ മുരളിയെ ക്ഷണിക്കണം. അതൊരു കർക്കശമായ സുഹൃത്തായതുകൊണ്ടായിരിക്കും കർക്കശമായ നിർദ്ദേശം കൊടുത്തത്. ബേബി സഖാവും മുരളിയുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും അങ്ങനെ പറഞ്ഞത്. നേരിട്ട് പോയി തന്നെ ക്ഷണിക്കണമെന്ന് മന്ത്രിയുടെ നിർദ്ദേശം അക്കാദമി ചെയർമാന്. ഒരിക്കലും KR മോഹനെ പോലെ ഒരാളിനോട് നിങ്ങൾ തന്നെ പോയി മുരളിയെ നേരിട്ട് വിളിക്കണമെന്ന് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ സൗഹൃദമുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മുരളിക്ക് വാശിയുള്ളതുകൊണ്ടാണോ എന്താണെന്നുണ്ടോ, നിങ്ങൾ നേരിട്ട് തന്നെ പോയി വിളിക്കണം എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ മാന്യനായ KR മോഹനും VK ജോസഫും പണ്ഡിൽ കോളനിയിലെ മുരളിയുടെ വീടിന് മുന്നിലെത്തി കാറിൽ. കാറ് വീട്ടിലേക്ക് തിരിയുമ്പോഴേ വീടിൻ്റെ 2ാമത്തെ നിലയിൽ മുരളിയണ്ണൻ നിൽക്കുന്നത് KR മോഹൻ കണ്ടു. പക്ഷേ മുരളിയണ്ണൻ പതുക്കെ അകത്തേക്ക് വലിഞ്ഞളഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങിയ അക്കാദമിയുടെ ചെയർമാനും വൈസ് ചെയർമാനും പുറത്ത് കാത്തു നിന്ന് ബെല്ലടിച്ചിട്ട് ആരും വാതിൽ തുറക്കുന്നില്ല. കോളിംഗ് ബെൽ തുടരെ അടിച്ചപ്പോൾ എന്താ പറയുക, മുരളിയണ്ണൻ്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. അവർ തുറന്നിടാൻ പറഞ്ഞ മറുപടി മുരളി ഇല്ല എന്നായിരുന്നു. ഇളിപ്യരായി ഇരുവരും മടങ്ങി. മരിക്കുന്ന ഒരു മോഹൻ സാറിന് അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കാറിലിരുന്ന് കണ്ടതാണ് മുകളിൽ മുരളിയണ്ണൻ നിൽക്കണേ. ചിലപ്പോൾ ബേബി സഖാവ് വിളിച്ച് പറഞ്ഞു കാണും, KR മോഹനും VK ജോസഫും കൂടെ നിങ്ങളെ കാണാൻ വരുമെന്ന്. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നായിരിക്കാം. കാറ് വരുന്ന കണ്ടപ്പോൾ അദ്ദേഹം അകത്തേക്ക് വലിഞ്ഞിട്ട് ഭാര്യയെ കൊണ്ട് പറയിച്ചു അദ്ദേഹം അവിടെ ഇല്ല എന്ന്. അവസാന കാലത്ത് മുരളി എന്ന നല്ല നടൻ, നല്ല മനുഷ്യൻ ഒരുപാട് മാറിപ്പോയിരുന്നു. ശരിക്കും ലഹരിയിൽ അമർന്നു പോയി എന്ന് പറയാം. സിനിമയിൽ മുരളിയണ്ണൻ വന്നില്ലായിരുന്നെങ്കിൽ മലയാളിക്ക് നല്ലൊരു നാടക നടനെ, എഴുത്തുകാരനെ ഇപ്പോഴും അനുഭവിക്കാമായിരുന്നു. സിനിമയാണ് അദ്ദേഹത്തെ വഴിതെറ്റിച്ചത്. നരേന്ദ്രപ്രസാദ് സാറിനെ പോലെ സിനിമയുടെ പളവളപ്പ് അകാലത്തിൽ നശിപ്പിച്ച മറ്റൊരു മനുഷ്യനാണ് മുരളിയണ്ണൻ. ജനിച്ചത് തെക്കൻ തിരുവിതാംകൂറുകാരനായിട്ടാണെങ്കിലും മുരളിയണ്ണൻ്റെ മനസ്സിൽ വിപ്ലവ നാടായ മലബാറിൻ്റെതായിരുന്നു. അദ്ദേഹം മലബാറിൽ ജനിക്കേണ്ട ആളായിരുന്നു എന്നുള്ള സ്വപ്നമുള്ള ആളായിരുന്നു. കണ്ണൂരിൽ ഏഴോം, പഴയങ്ങാടി, വെങ്ങര, ചെറുതാഴം മുതലായ സ്ഥലങ്ങളിൽ വച്ചാണ് പ്രിയനന്ദൻ്റെ പുലിജന്മം എന്ന് പറഞ്ഞ സിനിമ 12 ദിവസം കൊണ്ട് ചിത്രീകരിച്ചത്. ചിത്രീകരണത്തിനിടയിൽ അവിടുത്തെ ഓരോരോ തെയ്യത്തെപ്പറ്റിയും മറ്റ് അനുഷ്ഠാന കലകളെപ്പറ്റി ഓരോരോ സംശയങ്ങൾ കൊച്ചുകുട്ടികളെ പോലെ മുരളിയണ്ണൻ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. അധികാര കേന്ദ്രത്തിൽ നിന്നും ഏറെ അകലെ ജീവിക്കുന്ന മലബാറിലെ മനുഷ്യരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് മുരളിയണ്ണൻ എപ്പോഴും പറയുമായിരുന്നു. അദ്ദേഹത്തിന് എന്തോ തെക്കന്മാരെ പരമ ബോറന്മാരെന്നാണ് മുരളിയണ്ണൻ പറയാറ്. പക്ഷെ മലബാറിലുള്ളവരെ വലിയ ഇഷ്ടമായിരുന്നു. വടക്കേ മലബാറുകാരുടെ വീറും വാശിയും എനിക്ക് ഏറെ ഇഷ്ടമാണെന്നും കുടവട്ടൂരിലല്ല ഞാൻ മലബാറിൽ ജനിക്കണമായിരുന്നു എന്നും മുരളിയണ്ണൻ പറയുമായിരുന്നു. കാര്യഗുരുക്കളായി പുലിജന്മത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് എത്ര പ്രതിഫലം തരുമെന്ന് ഒരിക്കലും മുരളി ചോദിച്ചിട്ടേയില്ല, കൊടുത്തത് വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാണ് പറയാറ്. മുരളിയുടെ നടക്കാതെ പോയൊരു ആഗ്രഹമായിരുന്നു എഴുത്തുകാരനായ എൻ പ്രഭാകരൻ്റെ 7 മീതെ എന്ന നോവൽ സിനിമയാക്കണം, അതിലെ മന്ദപ്പൻ എന്ന കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. നടന്നില്ല. തനിക്കൊരു ദേശീയ അവാർഡ് നേടിത്തന്ന മണ്ണാണ് കണ്ണൂർ എന്ന സ്നേഹം മുരളിയണ്ണന് മരിക്കുന്നവരും ഉണ്ടായിരുന്നു. കൊല്ലൂർ മൂകാംബിക ഭക്തനാണ്, വലിയ ഭക്തനാണ് കമ്മ്യൂണിസ്റ്റുകാരനായ മുരളിയണ്ണൻ. കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള യാത്ര കണ്ണൂരിൽ ഇറങ്ങി സൗഹൃദം പുതുക്കിയ ശേഷമായിരുന്നു അവിടുന്ന് പിന്നെ കൊല്ലൂരിലേക്ക് പോകുന്നത്. അതൊരു പതിവ് ശീലമായിരുന്നു മുരളിയണ്ണൻ്റെ. മുരളിയണ്ണൻ, ലോഹിദാസ്, കൈതപ്രം, കിരീട ഉണ്ണി ഇവരൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ജീവിച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവർ പോകുമ്പോൾ കണ്ണൂർ ഇറങ്ങി പഴയ സൗഹൃദമെല്ലാം പുതുക്കിയ ശേഷമേ മൂകാംബിയിലേക്ക് പോവുള്ളായിരുന്നു. 1986 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത കയ്യൂർ സമരം പശ്ചാത്തലമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എന്ന കയ്യൂർ സമരകഥ സിനിമയാക്കുമ്പോൾ സഖാവ് അബൂബക്കർ എന്ന കഥാപാത്രം ചെയ്യാനാണ് മുരളിയണ്ണൻ ആദ്യമായി കണ്ണൂരിലെത്തിയത്. കയ്യൂര്, കരുവള്ളൂര്, പാടിക്കുന്ന്, മുനയംകുന്ന് തുടങ്ങിയ ഗ്രാമങ്ങളിൽ നടന്ന വീരോജ്വലമായ കർഷക സമരങ്ങളുടെ, ജീവത്യാഗങ്ങളുടെ,
അടിച്ചമർത്തലിന്റെ വീരകഥകൾ കേട്ട മുരളി ആവേശോജ്വലനായി മാറി ഈ ചിത്രീകരണ സമയത്ത്. മലബാറിന്റെ രാഷ്ട്രീയം, പ്രബുദ്ധത എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴും പറയുമായിരുന്നു മുരളിയണ്ണൻ. പുലിജന്മവും നെയ്ത്തുകാരനും കണ്ണൂരിന്റെ മണ്ണിൽ ചിത്രീകരിച്ചപ്പോൾ മുരളിയും വലിയ ആവേശത്തിലായിരുന്നു. ദേശീയ അവാർഡ് നേടിക്കൊടുത്ത നെയ്ത്തുകാരൻ 20 ദിവസം കൊണ്ടാണ് പ്രിയനന്ദനൻ ചിത്രീകരിച്ചത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലബാറിൽ ജീവിച്ച നെയ്ത്തുകാരിലെ നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പ മേസ്ത്രിയാകാൻ മുരളി നടത്തിയ തയ്യാറെടുപ്പുകൾ മറ്റൊരു നടനിലും കാണാനാവില്ല എന്നാണ് തിരക്കഥ എഴുതിയ എൻ ശശിധരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പ മേസ്ത്രിയാവാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിന് മുമ്പ് ധ്യാനത്തിൽ എന്ന പോലെ 2-3 മണിക്കൂർ മുരളിയണ്ണൻ മേക്കപ്പ് കഴിഞ്ഞിട്ട് കണ്ണടച്ചിരിക്കുമായിരുന്നു. താൻ അവതരിപ്പിക്കുന്ന അപ്പ മേസ്ത്രി എന്ന ജീവിച്ചിരുന്ന ആളെ മുരളിയണ്ണൻ അറിയില്ല. തിരക്കഥ എഴുതിയ എൻ ശശിധരന്റെ അച്ഛനെയാണ് മകൻ അപ്പമേസ്ത്രി ആക്കിയത്. സിനിമ കണ്ടവർ പറഞ്ഞത്, ആ നാട്ടുകാർ പറഞ്ഞത്, ശശിധര നിന്റെ അച്ഛനെ പോലെ തന്നെയുണ്ട് അപ്പമേസ്ത്രി സ്ക്രീനിൽ എന്നാണ്. പക്ഷെ മുരളിയണ്ണൻ ഈ പറയുന്ന എൻ പ്രഭാകരന്റെ അച്ഛനെ കണ്ടിട്ടില്ല. പുലിജന്മത്തിലെ കാര്യഗുരുക്കളായ ശേഷവും രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അഭിനയിച്ചു കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയ മുരളി ശശിധരനെ വിളിച്ചു. കാര്യഗുരുക്കൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നു, അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാകുന്നില്ല, നിന്നെടുത്ത് നിന്ന് എനിക്ക് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിത്രീകരണം നടന്ന മാടായിക്കടുത്തെ നീലിയാർ കോട്ടയിൽ മുരളിയുടെ പേരിൽ പൂജ കഴിച്ച് അതിൻ്റെ പ്രസാദം മുരളിക്ക് അയച്ചു കൊടുത്തു. എനിക്ക് സമാധാനം വീണ്ടും കിട്ടിയെന്ന് പ്രസാദം കിട്ടിയ മുരളി ഒരു മറയുമില്ലാതെ ഒളിച്ചു വയ്ക്കാതെ തുറന്നു പറഞ്ഞു. ജെ.സി. സാറിൻ്റെ പുറപ്പാടിലെ അച്ചു എന്നൊരു ക്യാരക്ടറായിരുന്നു മമ്മൂട്ടിയുടെ എതിർ ഗ്രൂപ്പിൽ നിൽക്കുന്ന അച്ചു. ആ റോളിലായിരുന്നു മുരളിയണ്ണൻ. അവിടെ രസം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടുപേരും കൊട്ടാരക്കരക്കാരായതുകൊണ്ട് ഗണേശൻ വിളിക്കുന്ന കൊച്ചേട്ട 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 എന്നാണ്. ഒരു ജ്യേഷ്ഠാനുജ ബന്ധമായിരുന്നു ഗണേശനും മുരളിയണ്ണൻ. ഈ കൊച്ചേട്ട എന്ന് വിളിച്ച് ഗണേശൻ പുറകെ നടക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതമായിരുന്നു അക്കാലത്ത് മുരളിയണ്ണൻ. മമ്മൂട്ടിയും സായികുമാറും ഒരുപാട് താരങ്ങൾ, 10-40 താരങ്ങളുള്ള സെറ്റാണല്ലോ. പക്ഷെ ആ സെറ്റിൽ അവരോടൊന്നും ആവശ്യമില്ലാതെ സംസാരിക്കാതെ ഒതുങ്ങി മിണ്ടാതിരിക്കുന്ന പ്രകൃതക്കാരനായ അദ്ദേഹം. അത് കഴിഞ്ഞ് അദ്ദേഹം ജെ.സി. സാറിൻ്റെ നീ എത്ര ധന്യ എന്ന് പറഞ്ഞ സിനിമയിൽ നായകനായി. ആദ്യമായിട്ട് നായകനാവുന്നത് നീ എത്ര ധന്യയിലാണ്. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനെ, ഒരു നല്ല പാട്ടുകളൊക്കെ ഉള്ള നല്ല പടമല്ലേ. കാർത്തികയായിരുന്നു നായിക. ഹാഫിസ് എന്ന കഥാപാത്രത്തെയാണ്, നായകനായ ഹാഫിസിനെയാണ് മുരളി അവതരിപ്പിച്ചത്. ഇത് കഴിഞ്ഞ് പുറപ്പാട് കഴിഞ്ഞ് നീ എത്ര തന്നെ കഴിഞ്ഞ് പുറപ്പാട് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ജെ.സി. സാറിൻ്റെ സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മുരളിയണ്ണൻ തൃശ്ശൂരിലെത്തി. ഞാൻ ആദ്യമായി പോയി സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മുരളിയണ്ണൻ ഒരുപാട് മാറിപ്പോയി. കുഞ്ഞച്ചൻ എന്ന കൊലപാതകിയുടെ വേഷമായിരുന്നു. ജയിലിൽ നിന്ന് കുഞ്ഞച്ചൻ ഇറങ്ങുന്നിടത്തുനിന്നാണ് സങ്കീർത്തനം പോലെയുടെ കഥ ആരംഭിക്കുന്നത്. ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടർ. അപ്പം ഞാൻ ഈ ക്യാരക്ടറിനെ കുറിച്ചും വേഷത്തെക്കുറിച്ചും നാളെ എടുക്കാൻ പോകുന്ന സീനിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ചെന്നപ്പോൾ മൊത്തത്തിലൊരു ഉൾവലിഞ്ഞ പ്രകൃതക്കാരനായിപ്പോയി മുരളിയണ്ണൻ. അങ്ങനെ ആയിരുന്നില്ല മുരളിയണ്ണൻ. എന്തോ ഒരു റിസർവ്ഡ് ആയിപ്പോയ പോലെ, എന്തോ ഒക്കെ സംഭവിച്ചതുപോലെ, ജീവിതത്തിൽ സംഭവിച്ച പോലെ അദ്ദേഹം ഉൾവലിയുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നു. നാളെ ഷൂട്ടിംഗ് ആണ്, നാളെ രാവിലെ സമയമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോന്നു. കൃത്യസമയത്ത് മുരളിയണ്ണൻ വന്നു, മേക്കപ്പ് ഇട്ടു, അഭിനയിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പറയാണ്, രാത്രി എനിക്ക് ദുബായ്ക്ക് പോകണം, ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പടത്തിൽ ജോയിൻ ചെയ്തതിൻ്റെ അന്ന് വൈകുന്നേരം പറയണം എനിക്ക് ദുബായ്ക്ക് പോകണം. ആ ദുബായ്ക്ക് പോകണ കാരണമൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാനത് ക്യാമറ മുന്നിൽ പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മുരളിയണ്ണൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് മുരളിയണ്ണൻ എന്ന് ഞാൻ പറയണ്ടല്ലോ. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂകാംബിക ദേവിയുടെ വലിയ ഭക്തനായിരുന്നു. എല്ലാം മൂകാംബിക ദേവിക്ക് സമർപ്പിക്കുന്ന ആളായിരുന്നു. മര്യാദയില്ലാതെ ലഹരി ഉപയോഗിക്കും, എന്നിട്ട് നന്നായിട്ട് യോഗ ചെയ്യും, ആയുർവേദ മരുന്നുകളെ കഴിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റിലേക്ക് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാക്കി മുരളിയണ്ണനെ. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ വി.എം. സുധീരനാണ്. വി.എം. സുധീരൻ സാറിന് അക്കാലത്ത് വലിയ ഗ്ലാമറുള്ള കാലമാണ്. കാരണം കരുണാകരനെ പോലും വെല്ലുവിളിക്കുന്ന ധീരനായ കോൺഗ്രസ് നേതാവ്, സത്യസന്ധനായ കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിനെതിരെയാണ് മത്സരിക്കേണ്ടത്. തോൽക്കും എന്ന് മുരളിയണ്ണന് ഉറപ്പായിരുന്നു. ഞാൻ തോറ്റു പോവും എന്നറിയാം. എന്നാലും
മാന്യമായി തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നാണ് പാർട്ടിക്ക് അപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് മാന്യനായ ഒരാൾ തന്നെ കാൻഡിഡേറ്റ് ആവണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് മുരളീധരന് അത് കിട്ടുന്നത്. മുരളീധരൻ പറഞ്ഞു, റെഡി, ഞാൻ ചെയ്യാം, ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിന്നു. രാവിലെ പ്രചരണത്തിന് പോകാനായിട്ട് സഖാക്കൾ വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ കൂടെ പോകുന്ന സഖാക്കൾ നോക്കുമ്പോൾ നെറ്റിയിൽ നല്ല ഈ എന്താ പറയുക, ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഇടുപോലെ മൂകാംബിയിലെ ചുവന്ന കുറിയൊക്കെ ഇട്ടാണ് മുരളീധരൻ്റെ വരവ്. പതുക്കെ ഏതെങ്കിലും ഒരു സഖാവ് പതുക്കെ പറയും, സഖാവേ ആ നെറ്റിയിലെ കുറിയൊന്ന് മായ്ക്കണം. സിന്ദൂര കുറിയിട്ട മുരളിക്ക് എന്താ പറയുക, കൃത്യമായ ഷാർപ്പായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നു. എൻ്റെ വിശ്വാസമാണ് പാർട്ടി, അതുപോലെ എൻ്റെ വിശ്വാസമാണ് മൂകാംബിക ദേവി. കുറിയിട്ട മുരളിക്ക് അരുവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ വോട്ടിടുന്നവർ ഇട്ടാൽ മതി. പിന്നെ ആരും ഒരക്ഷരം മുരളീധരനോട് പിന്നെ പറഞ്ഞിട്ടില്ല. വളരെ ഷാർപ്പായിട്ടാണ് പറയണത്. ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യൂല്ലേ, എന്തെല്ലാം. ഇപ്പോൾ കാസർഗോഡ് ഇപ്പോൾ മത്സരിച്ച MP ആയിരിക്കുന്ന ആളിനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ, കാസർഗോഡ് ട്രെയിനിൽ കാസർഗോഡ് ഇറങ്ങുമ്പോൾ നെറ്റിയിൽ ചന്ദനക്കുറി മാച്ച് കളയുന്നു. പക്ഷെ മുരളീധരൻ പറഞ്ഞു, എൻ്റെ വിശ്വാസമാണ് എൻ്റെ പാർട്ടി, അതുപോലെ ഞാൻ വിശ്വസിക്കുന്നതാണ് മൂകാംബിക ദേവി. ഞാൻ സിന്ദൂരക്കുറി ഇട്ട് വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യില്ല എങ്കിൽ അവർ ചെയ്യണ്ട എന്ന് പറഞ്ഞ ശാഠ്യക്കാരനായിരുന്നു മുരളീധരൻ. ഒരു ദിവസവും മുരളീധരൻ്റെ കുറി മായ്ക്കണമെന്ന് ഒരു സഖാവും പറഞ്ഞില്ല. കഴുത്തിൽ സ്വർണ്ണമാലയും ചുവന്ന നൂലും, മൂകാംബിയിൽ നിന്ന് കിട്ടിയ പൂജിച്ച ചുവന്ന നൂലും രക്തചന്ദനത്തിൽ കടഞ്ഞ മുത്തുകളുള്ള തടിയൻ ഒരു മാലയും ഇട്ടുകൊണ്ട് മുരളീധരനെ നമുക്ക് ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ കാണാൻ പറ്റും. ഇലക്ഷനിലും അങ്ങനെയായിരുന്നു. നോക്കുമ്പോൾ ചുവന്ന നൂല്, മൂകാംബിയിൽ നിന്നും മന്ത്രമൊക്കെ ജപിച്ച് കിട്ടിയ ചുവന്ന നൂല്, സ്വർണ്ണമാല, കൂട്ടത്തിൽ ഈ രക്തചന്ദനത്തിലുള്ള ഉരുണ്ട വലിയ മുത്തുള്ള മാലയും ഇട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. വിപ്ലവവും ആത്മീയതയും ലഹരികളും ആയുർവേദവും ഒക്കെ കൂടി സമ്മിശ്രമായ മനുഷ്യനായിരുന്നു മുരളീധരൻ. സഹനടൻ്റെ റോളിൽ നായകൻ്റെ വേഷത്തോളം ചിലയിടത്ത് നായകനേക്കാൾ മേളിൽ പ്രകടനം നടത്തി കയ്യടി വാങ്ങിയ പ്രതിഭയായിരുന്നു മുരളീധരൻ. ഉദാഹരണത്തിന് അമരം, ലാൽസല, ദശരഥം, ധനം, പല സീനുകളിലും അമരത്തിലെ അച്ചൂട്ടിയേക്കാൾ കൊച്ചുരാമൻ നേർക്ക് നേർ വരുമ്പോൾ മുരളിയുടെ പ്രകടനമാണ് കയ്യടി നേടിയത്. ലാൽസലാമിലെ വെട്ടൂരാൻ എന്ന മോഹൻലാലിൻ്റെ വേഷമാണ് നായകൻ. ആത്മസംഘർഷങ്ങൾക്കിടയിൽ പിടയുന്ന സഖാവ് DK എന്ന് പറയുന്ന മുരളി ചെയ്ത വേഷം മിന്നുന്ന പ്രകടനമാണ് ലാൽസലാമിൽ കാഴ്ചവെച്ചത്. MA വേണു സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, അധികം ആരും കണ്ടിട്ടില്ല. നമ്മുടെ വൈശാലി രാമചന്ദ്രൻ്റെ ചന്ദ്രകാന്ത് ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവസാനമായി നിർമ്മിച്ച സിനിമയായിരുന്നു ചകോരം. ലോഹിതദാസാണ് തിരക്കഥ എഴുതിയത്. ഒരു ബന്ദ് ദിവസമോ ഹർത്താൽ ദിവസമോ എന്താണ് ചകോര റിലീസ് ചെയ്തത്. അതുകൊണ്ട് അട്ടർ ഫ്ലോപ്പായിപ്പോയി. അതിൽ എക്സ് മിലിറ്ററിക്കാരനായ മുകുന്ദൻ മേനോൻ എന്ന് പറഞ്ഞൊരു വേഷം ചെയ്തിട്ടുണ്ട്. ചകോരം കണ്ടിട്ടില്ലാത്തവരാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചകോരം കാണണം. രസകരമായി ശാന്തികൃഷ്ണയും മുരളിയും അഭിനയിച്ച സിനിമയായിരുന്നു. മുരളി എന്ന അഭിനയ പ്രതിഭയുടെ മിന്നുന്ന പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ സിനിമയായിരുന്നു ചകോരം. വിഷ്ണു ലോകത്തിലെ വില്ലനായ വർമ്മതമ്പുരാൻ, ആട്ടോയിലെ ഭദ്രൻ, ദ കിങ്ങിലെ MP ജയകൃഷ്ണൻ, കിഴക്കണ്ണൂരും ബഷിയിലെ മ്യൂസീഷ്യനായ ജോണി, ഉള്ളടക്കത്തിലെ റോയ്, മുരളി അവതരിപ്പിച്ച ശ്രദ്ധേയമായ വേഷങ്ങളായിരുന്നു ഇതൊക്കെ. ചമയം എന്ന് പറഞ്ഞ ഭരതൻ്റെ സിനിമയിലെ എസ്തപ്പാനാശാൻ, വെങ്കലത്തിലെ ഗോപാലൻ, വളയത്തിലെ ശ്രീധരൻ, ഇതൊക്കെ ഒരു സൂപ്പർ താരത്തിന് ചെയ്തു ഫലിപ്പിക്കാൻ പ്രയാസമാണ് എന്നത് മാത്രമല്ല, അവർ ഇത്തരം വേഷങ്ങൾ ചെയ്യില്ല. അവിടെയാണ് മുരളി എന്ന് പറഞ്ഞ നടൻ വ്യത്യസ്തനാവുന്നത്. ഒരു ദിവസം പോലും ആരോടും പിണങ്ങിയിരിക്കാൻ കഴിയാത്ത ആളായിരുന്നു മുരളീധരൻ. അത്ര ലോല ഹൃദയനായിരുന്നു. പക്ഷെ കണ്ടാൽ കാരിരുമ്പിൻ്റെ കരുത്ത് എന്ന് നമുക്ക് തോന്നും. അതിനാൽ തന്നെ സ്ഥായിയായ ശത്രുക്കളില്ല മുരളീധരന്. കൈരളി TV തുറന്നപ്പോൾ മുരളീധരൻ അതിലെ ഡയറക്ടറായി. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് പറയുന്നത് ഒരു യഥാർത്ഥ കലാകാരൻ മുരളിയെപ്പോലെ ആയിരിക്കണം എന്നാണ്. PT കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ പ്രചാരണ രംഗത്ത് മുരളീധരൻ സജീവമായിരുന്നു. 3 സിനിമകൾ നിർമ്മിക്കുകയും ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്ത PT കുഞ്ഞുമുഹമ്മദ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു, മഗ്രീബ്. മുരളിയെ കണ്ട് ഡേറ്റ് ചോദിച്ചു. ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം അഭിനയിച്ചു. മടങ്ങാൻ നേരത്ത് ഒരു ചെറിയ തുക PT കുഞ്ഞുമുഹമ്മദ് മുരളീധരൻ്റെ കൈ കൊടുത്തു. നിർമ്മാതാവ്
സേഫ് അല്ലാത്തതിനാൽ പ്രതിഫലം വേണ്ട എന്നായിരുന്നു മുരളീധരൻ്റെ മറുപടി. കമ്മ്യൂണിസം മുഴുവനായും ആത്മീയ രൂപത്തെ നിരാകരിക്കുകയും അതിനെ ക്രിയാത്മകമായി ഉൾക്കൊള്ളാനുള്ള വഴികൾ കൊട്ടിയടക്കുകയും ചെയ്തപ്പോൾ മറുപക്ഷത്തെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കപ്പെടുകയും ഊർജിതപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ആൽത്തറകളെ അമ്പലങ്ങളായി രൂപാന്തരം പ്രാപിച്ചത് എന്നാണ് മുരളീധരൻ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത തെറ്റിനെക്കുറിച്ച് പറയുന്നത്. വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആത്മീയ രൂപത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരാകരിച്ചത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, മലയാള തർജ്ജിമയിലൂടെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ഹൈന്ദവം എന്ന് നാം പറഞ്ഞു തള്ളിക്കളഞ്ഞ പലതും അന്തിമമായ സത്യമാണെന്ന് എനിക്ക് അപ്പോൾ ബോധ്യമായി. ശ്രീരാമകൃഷ്ണനും വിവേകാനന്ദനും മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ്, അല്ലാതെ ഹിന്ദുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചവരല്ല. മതസംഘടനകൾക്ക് ഒരിക്കലും മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മുരളീധരൻ പറയാറ്. ഞാൻ പരമ്പരാഗത രീതിയിലുള്ള ഒരു ഭക്തനല്ല. ഏറ്റവും സ്വകാര്യമായ തലത്തിൽ നടത്തുന്ന ആത്മീയ അന്വേഷണമാണ് എനിക്ക് ഭക്തി. ഇതെൻ്റെ പ്രത്യയശാസ്ത്രത്തെയും നിശ്ചയദാർഢ്യത്തെയും ഒരിക്കലും നിരാകരിക്കുന്നില്ല. ഞാൻ അഭിമുഖീകരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഇന്ന് പ്രചാരത്തിലുള്ള ഒരു ഇസവും പരിഹാരം നൽകുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ ആളാണ് മുരളീധരൻ. അപ്പോഴാണ് ധ്യാനത്തിൻ്റെയും ആത്മീയ അന്വേഷണത്തിൻ്റെയും സ്വകാര്യ ലോകത്തേക്ക് ഞാൻ കടന്നത്. എൻ്റെ ഭക്തി അതുകൊണ്ടാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1979 ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് മുരളീധരൻ്റെ ക്യാമറയ്ക്ക് മുന്നിലുള്ള തുടക്കം. ഒറ്റപ്പാലത്തിന് വടക്ക് ചുരങ്ങാട് എന്ന സ്ഥലത്താണ് ഞാറ്റടി ചിത്രീകരിച്ചത്. പാടവരമ്പിലൂടെ മുരളി നടന്നു വരുന്ന ഷോട്ടാണ് ആദ്യം ചിത്രീകരിച്ചത്. നെറ്റിയിലൊരു വെട്ടും ഈർഷ്യം തോന്നിക്കുന്ന മുഖവും മുക്കുള്ള ഒരുത്തനെ നായകനാക്കി ഭരത് ഗോപി സിനിമയെടുക്കുന്നു, വട്ടായോ ഗോപിക്ക് എന്നായിരുന്നു ചിത്രീകരണം കണ്ടവർ ചിന്തിച്ചത്. 1953 മെയ് 25 മുരളീധരൻ ജനിച്ചത്. 2009 ആഗസ്റ്റ് 6 മരിച്ചു. വെറും 56 വയസ്സായിരുന്നു. 56ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. ഇത്ര ചെറുപ്പം നിങ്ങൾ ആലോചിച്ചു. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശ്രീമന്ദിരം KPയുടെ ഓണമുണ്ടും ഓടക്കൊഴലും എന്ന നാടകത്തിൽ സ്കൂളിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ തുടക്കം. ശാസ്താംകോട്ട DB കോളേജിൽ നിന്നും BA എടുത്തു. തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിൽ നിന്ന് LLB പാസ്സായി. 1989 അമരത്തിലെ കൊച്ചിരാമൻ മികച്ച സഹനടൻ്റെ സർക്കാർ അവാർഡ് നേടിക്കൊടുത്തു. 2007 പ്രണയകാലം, ബീരാളിപ്പട്ട് എന്നീ സിനിമകളിലൂടെ വീണ്ടും അദ്ദേഹം സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1992 ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ജോർജ് ഗുത്തു സംവിധാനം ചെയ്ത ആധാരം എന്ന് പറഞ്ഞ സിനിമയ്ക്കും 1996 കാണാക്കിനാവ് എന്ന സിബി മലയിലിൻ്റെ സിനിമയ്ക്കും 1998 താലോലം എന്ന സിനിമയ്ക്കും 2001 നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെയും 4 തവണ അദ്ദേഹം മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് നേടി. നെയ്ത്തുകാരനിലെ അപ്പ മെസ്രിയിലൂടെ മികച്ച ദേശീയ നടനായി 2001. അഭിനയവും ആശാൻ കവിതയും എന്ന പുസ്തകത്തിന് 2005 മികച്ച ഗ്രന്ഥരചയിതാവിനുള്ള പുസ്തകം എഴുതിയതിനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. ആരോഗ്യവകുപ്പിൽ LD ക്ലർക്കായിട്ടാണ് ആദ്യം ജോലിക്ക് കയറിയത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഉദ്യോഗസ്ഥനായി. നടനായതോടെ അദ്ദേഹം ജോലി രാജിവെച്ചു. 2004 നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ്റെ ചെയർമാനായി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായി 2006. പഞ്ചാഗ്നിയിലെ രാജൻ, മീനമാസത്തിലെ സൂര്യനിലെ അബൂബക്കർ, ജാലകത്തിലെ തയ്യൽക്കാരൻ ശിവൻകുട്ടി, നീയത്ര തന്നിയിലെ ഹാഫിസ്, ദശരഥത്തിലെ ചന്ദ്രദാസ്, ഓട്ടോയിലെ ഭദ്രൻ, ലാൽ സലാമിലെ സഖാവ് DK, അമരത്തിലെ കൊച്ചുരാമൻ, ധനത്തിലെ അബു, ചമ്പക്കുളം തച്ചനിലെ രാഘവൻ, ആധാരത്തിലെ ബാപ്പുട്ടി, ഗംഗലത്തിലെ ഗോപാലൻ, ചമയത്തിലെ എസ്തപ്പാനാശൻ, ആകാശദൂതിലെ ജോണി, ചകോരത്തിലെ മുകുന്ദൻ മേനോൻ, പത്രം എന്ന് പറഞ്ഞ സിനിമയിലെ ശേഖരൻ, നെയ്ത്തുകാരനിലെ അപ്പ മെസ്രി, പുലിജന്മത്തിലെ കാര്യഗുരുക്കൾ, ഏകാന്തം എന്ന് പറഞ്ഞ സിനിമയിലെ രാവുണ്ണി. ഇതെല്ലാം നോട്ടബിളായ മൈൽ സ്റ്റോണുകളായ മുരളീധരൻ്റെ വേഷങ്ങളാണ്. KS രവികുമാർ, നമ്മുടെ തമിഴിലെ പ്രശസ്തനായ സംവിധായകൻ KS രവികുമാറിൻ്റെ ആദവനിലായിരുന്നു മുരളി അവസാനമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ചിത്രീകരണം.
12 ദിവസം മുരളി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനായിരുന്നു ആദവൻ്റെ നിർമ്മാതാവ്. 12 ലക്ഷം രൂപയായിരുന്നു ആ സിനിമയിൽ മുരളീധരൻ്റെ ശമ്പളം. സൂര്യയായിരുന്നു നായകൻ. ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം എന്ന സൂര്യയുടെ അച്ഛൻ്റെ വേഷമായിരുന്നു മുരളീധരന്. നയൻതാരയായിരുന്നു മരുമകളായിട്ട് അഭിനയിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ കഠിനമായ അതിശൈത്യമുള്ള കാലാവസ്ഥയിലായിരുന്നു ആദവൻ്റെ ചിത്രീകരണം. അദ്ദേഹത്തിൻ്റെ രോഗം വഷളാക്കിയത് ഈ തണുപ്പായിരുന്നു. ഡബ്ബിംഗ് ഇല്ലാത്തതിനാൽ 12 ലക്ഷം രൂപയും വാങ്ങി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മടങ്ങി. മുരളി മരിച്ചു എന്ന വിവരം നയൻതാരയാണ് സംവിധായകൻ രവികുമാറിനെ വിളിച്ചറിയിച്ചത്. KS രവികുമാർ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് വന്ന് ആദരാഞ്ജലി അർപ്പിച്ചു. ആദവനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് സംഗീത നാടക അക്കാദമി സെക്രട്ടറി പ്രഭാകരൻ പഴശ്ശിയോട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഞാൻ മടങ്ങുന്നത് 1-2 നാടകങ്ങളും കൊണ്ടായിരിക്കുമെന്നും അടുത്ത നാടകോത്സവം ഗംഭീരമാക്കണം നമുക്കെന്നും പറഞ്ഞിരുന്നു. കർണനെ ആസ്പദമാക്കി ഒരു നാടകം മുരളീധരൻ്റെ വലിയ സ്വപ്നമായിരുന്നു. KPS ലളിതയെ കുന്തിയാക്കണം. സുഹൃത്ത് പ്രൊഫസർ അലിയാരെ, നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പ്രൊഫസർ അലിയാരെ സൂത്രധാരനാക്കണം. ശ്രീകൃഷ്ണനാകാൻ ഒരു നല്ല നടനെ കണ്ടെത്തണം എന്നുറപ്പിച്ചാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയത്. 2009 ജൂലൈ 27 നന്നേ ക്ഷീണിതനായ മുരളി തൃശ്ശൂർ നാടക അക്കാദമിയിൽ നിന്നും മടങ്ങി. 28-ാം തീയതി പിറ്റേ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളതാണ്. പക്ഷേ 27-ാം തീയതി ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം 27-ാം തീയതി മടങ്ങി. പിറ്റേന്നത്തെ മീറ്റിങ്ങിന് അദ്ദേഹം നിന്നില്ല. അക്കാദമിയിൽ ചെന്നാൽ രാമനിലയത്തിലോ മുന്തിയ ഹോട്ടലുകളിലോ പോകില്ലായിരുന്നു. അക്കാദമിയിലെ ഒരു ചെറിയ മുറിയിൽ കിടന്നുറങ്ങുമായിരുന്നു. രാവിലെ ക്യാമ്പസിലൂടെ നടക്കും. ആ സമയത്താണ് മനസ്സിൽ നാടകം, സാഹിത്യം, കഥകളൊക്കെ കടന്നു വരാറ്. അക്കാദമി ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിക്കും. രാത്രി രാമനിലയത്തിൽ നിന്ന് കഞ്ഞി വരുത്തി കുടിക്കുമായിരുന്നു. സിനിമാ ഭാരം തലയിൽ ഒരിക്കലും കയറ്റാത്ത അനശ്വരനായ നടനായിരുന്നു മുരളീധരൻ. ഞാൻ മുരളീധരൻ്റെ ഒരു സ്കെൽറ്റൻ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഒരുപാട് പറയാനുണ്ട് മുരളീധരനെ കുറിച്ച്. വ്യാഴപ്പൊരുൾ എന്നൊക്കെ പറഞ്ഞ് മുരളീധരൻ എഴുതിയ മനോരമയിൽ സ്ഥിരമായിട്ടൊരു കോളം ചെയ്തിരുന്നതിന് അടക്കം ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് വേറൊരു അവസരത്തിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുരളീധരന്, നീ സീരിയൽ ചെയ്ത് നശിക്കരുത്, നിനക്ക് സിനിമ നിനക്ക് കിട്ടും, നീ സിനിമയിലൂടെ ശ്രദ്ധേയനാകും എന്നോട് പറഞ്ഞിട്ട് പോലും ഞാനത് കേൾക്കാതെ പോയ ഒരുത്തനാണ്. എന്നെ അത്രയും സ്നേഹിച്ച മുരളീധരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇനി എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ട മനുഷ്യനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗയും മദ്യപാനവും കമ്മ്യൂണിസവും ഭക്തിയും എല്ലാം കൂടി ചേർന്ന് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമായിപ്പോയി മുരളീധരൻ എന്ന് പറയാം. അനശ്വരനായ എൻ്റെ പ്രിയപ്പെട്ട മുരളീധരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.